സ്കൂളിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം 180 കടന്നു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ദക്ഷിണ ഇറാനിലെ മിനാബ് നഗരത്തിലുള്ള പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം 180 കടന്നതായി റിപ്പോർട്ട്. ഇറാൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഹുസൈൻ കെർമൻപൂറാണ് മരണസംഖ്യ സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത്. സ്കൂൾ കെട്ടിടം പൂർണ്ണമായും തകരുകയും നിരവധി കുട്ടികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയും ചെയ്തതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ശബരിമലയിലെ യുവതി പ്രവേശനത്തിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതിൽ പ്രതികരിച്ച് ദേവസ്വം മന്ത്രി VN വാസവൻ. ദേവസ്വം ബോർഡിന്റേത് ബോർഡ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്നും അതിൽ സർക്കാർ നടപടികൾ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേവസ്വം ബോർഡിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. സർക്കാർ തീരുമാനം ക്യാബിനറ്റ് ചേർന്ന് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം യുവതി പ്രവേശനത്തിനെതിരെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളെ തുടർന്ന് വിമാനം വഴിതിരിച്ചു വിട്ടപ്പോൾ പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയ മലയാളികൾ നാളെ കൊച്ചിയിലെത്തും. പാലക്കാട് കൊടുമ്പ് സ്വദേശി കൃഷ്ണദാസ് നാഗല്ലൂർ, ഭാര്യ ഡോക്ടർ രശ്മി മേനോൻ, മകൾ സ്മൃതി മേനോൻ എന്നിവരാണ് കുടുങ്ങിയത്. ഇവർ ഉൾപ്പെടെ 8 ഇന്ത്യക്കാരാണ് കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. പശ്ചിമേഷ്യൻ യുദ്ധം 3ാം ദിവസത്തിലേക്ക് കടന്നതോടെ കുവൈറ്റിൽ അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർന്നു വീണു. ആകാശത്ത് വട്ടം ചുറ്റിയ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിമാനം തകരുന്നതിന് തൊട്ടുമുമ്പ് പൈലറ്റ് പാരഷൂട്ട് വരി പുറത്തേക്ക് ചാടിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. വിമാനം തകരാനുള്ള കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക നെതന്യാഹുവിനെ അറിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹവുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മിഡിൽ ഈസ്റ്റ് രൂക്ഷമായ സംഘർഷം നേരിടുന്ന സാഹചര്യത്തിലാണ് ടെലിഫോൺ സംഭാഷണം. ഡൽഹിയിലെ പ്രമുഖ സ്കൂളുകൾക്ക് നേരെ ഇന്ന് രാവിലെ ബോംബ് ഭീഷണി ഇമെയിലുകൾ ലഭിച്ചു. ലോധി എസ്റ്റേറ്റിലെ സർദാർ പട്ടേൽ വിദ്യാലയ, സാൽവൻ പബ്ലിക് സ്കൂൾ, ആർമി പബ്ലിക് സ്കൂൾ, മീര പബ്ലിക് സ്കൂൾ എന്നിവയുൾപ്പെടെ 4 സ്കൂളുകൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. രാവിലെ 8 മണിയോടെയാണ് സ്കൂൾ അധികൃതർ ഇമെയിൽ ശ്രദ്ധിച്ചത്. തുടർന്ന് പോലീസിനെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് KPCC കൈമാറി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ജാഥയ്ക്ക് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നീക്കം നടത്തിയെങ്കിലും പല സീറ്റുകളിലും തർക്കം ഉണ്ടായതിനെ തുടർന്ന് മാറ്റുകയായിരുന്നു. VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും തയ്യാറാക്കിയ പട്ടികയാണ് മധുസൂദൻ മിസ്ത്രി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയത്. ആറ്റുകാലിൽ പൊങ്കാല അർപ്പിക്കാനൊരുങ്ങി ഭക്തജനങ്ങൾ. സർക്കാർ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്കങ്ങൾക്ക് പുറമെ വിവിധ സംഘടനകളും പൊങ്കാല നടത്തിപ്പിനായി സജ്ജമായി കഴിഞ്ഞു. നാളെ രാവിലെ 9:45 ക്ഷേത്രത്തിന് മുന്നിലെ ഭണ്ഡാര അടുപ്പിൽ തീ പകരും. ഉച്ചയ്ക്ക് 12:15 പൊങ്കാല നിവേദ്യം. T20 ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചപ്പോൾ മലയാളി താരം സഞ്ജു സാംസനെ പ്രശംസ കൊണ്ട് മൂടി കായിക സിനിമാ ലോകത്തെ പ്രമുഖർ. ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മുതൽ മലയാളത്തിന്റെ മെഗാസ്റ്റാറുകളായ മമ്മൂട്ടി, മോഹൻലാലും പൃഥ്വിരാജ് വരെ സഞ്ജുവിന്റെ പോരാട്ട വീര്യത്തെ വാനോളം പുകഴ്ത്തി. ചലച്ചിത്ര സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തു. ഒരു നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. 2022 കൊച്ചി എറണാകുളത്തെ ഫ്ളാറ്റിൽ വെച്ച് അതിക്രമിച്ച് കയറുകയും ലൈംഗിക ഉദ്ദേശത്തോടെ മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.